ഹലോ ഫ്രണ്ട്സ്, ക്രാഫ്റ്റ് വിത്ത് ഫ്രണ്ട്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ക്രാഫ്റ്റ് വിത്ത് ഫ്രണ്ട്സ് വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ്. കഴിഞ്ഞ ലോക്ക്ഡൌണിന് നമ്മുടെ ലോക്ക്ഡൌൺ കീഴടക്കിയത് ചക്കയായിരുന്നു. പക്ഷെ ഈ ലോക്ക്ഡൌൺ കീഴടക്കിയത് ആരാണ്? കപ്പ. അപ്പൊ നമ്മൾ ഇന്ന് കപ്പ കൊണ്ടുള്ള ഒരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ എന്താ വിഭവം എന്നല്ലേ? കപ്പ വട. കപ്പ വട. അപ്പൊ നമുക്ക് ആദ്യം കപ്പ വടക്ക് എന്തൊക്കെ വേണ്ടത് നമുക്ക് നോക്കാം. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് ഡീറ്റെയിൽ ആയി നമ്മൾ അടുത്ത സെക്ഷൻ ആയി പറഞ്ഞുതരും. ഓക്കെ. അപ്പൊ കമോൺ. ആദ്യം നമുക്ക് കപ്പട ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇവിടെ ഞാൻ വെച്ചിട്ടുള്ള കപ്പട ഉണ്ടാക്കുന്നതിന് കപ്പ ആവശ്യമാണ്. അതേപോലെ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, അതേപോലെ മല്ലിച്ചപ്പ്, ഈ സാധനങ്ങൾ ആവശ്യമാണ്. അതുപോലെ പൊടി ഐറ്റംസുകളായിട്ട് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതേപോലെ ഉപ്പ്, മുളക് പൊടി. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് കപ്പട ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ളൂ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കപ്പ ആദ്യം തൊലി പൊളിച്ച് ചെറിയ പീസുകളായിട്ട് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഞാൻ കപ്പ ആദ്യം പുഴുങ്ങിയെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ കപ്പോട ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ കപ്പോട ഉണ്ടാക്കുമ്പോൾ ആദ്യം നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞാൽ തന്നെ കപ്പയാണ്. അപ്പോൾ ആ കപ്പ എന്താ ചെയ്യുക, നമുക്ക് ആദ്യം തൊലി എത്തും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ എന്താ ചെയ്യുക, പരിചയം ചെയ്യാത്തവരൊക്കെ എന്താ ചെയ്യുക, മാക്സിമം കൈമ തട്ടാതെ ശ്രദ്ധിക്കട്ടോ. അപ്പം നമ്മൾ പൂള കേക്ക് എടുക്കുകയാണ്. നല്ലപോലെ നല്ല വൃത്തിയായി പൂള കേക്ക് എടുക്കുക. പൂള കേക്കിയതിന് ശേഷമാണ് നമുക്ക് ബാക്കി പണി ചെയ്യാനുള്ളത്. പൂള കേക്കിയതിന് ശേഷം ചെറുതായിട്ട് കൊത്തി മുട്ടിയാണ്ട് അത് നമുക്ക് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ ഉള്ളി, അതേപോലെ മല്ലിച്ചപ്പ്, മുളക്, ഇഞ്ചി എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ഇഞ്ചി കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് അരിയണം. അപ്പോൾ കട്ടിംഗ് ബോർഡ് റെഡിയാണ്. ഇവിടെ ഉള്ളി എടുത്തിട്ട് നമുക്ക് 2 ഉള്ളിയാണ് ഇവിടെ ഉള്ളത്. ഈ 2 ഉള്ളി നമുക്ക് ഇവിടെ അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മുഴുവൻ നമ്മളിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഉള്ളി, പച്ചമുളക്, മല്ലിച്ചപ്പ്, ഇഞ്ചി ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കപ്പ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് പുഴുങ്ങാൻ വേണ്ടി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി പുഴുങ്ങി വന്നതിന് ശേഷം നമുക്ക് മറ്റ് വർക്കുകൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കപ്പ പുഴുങ്ങുന്നത് വരെ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കപ്പ ഇവിടെ നല്ല പുഴുങ്ങി നല്ല വെന്ത് നല്ല അടിപൊളി പരിവായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചൂടാറുന്നതിന് മുമ്പ് തന്നെ നല്ല നൈസായി ഇത് ഫുള്ള് ഉടച്ചെടുക്കണം. എന്നാലേ നമ്മളെ കപ്പവട നല്ല സോഫ്റ്റ് ആവുമല്ലോ. അപ്പോൾ നല്ല എത്രത്തോളം ഉടക്കാൻ പറ്റുമോ അത്രത്തോളം മാക്സിമം ഉടച്ച് ഇതെന്ത് ചെയ്യണം, ക്രിസ്പി ആക്കി എടുക്കുക. ക്രിസ്പി അല്ല, എന്താ ഇതിന് പറയല്, ഒരു കോയമ്പ് രൂപത്തിലാക്കി എടുക്കല്ലേ. അപ്പോൾ ഇത് ഉടക്കുമ്പോൾ ഇത് നമ്മൾ പുഴുങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വല്ലാണ്ട് ഉപ്പിടേണ്ട ആവശ്യമില്ല, കാരണം പുഴുങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ കുറച്ച് ഉപ്പ് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കപ്പ നമ്മൾ പുഴുങ്ങി നല്ല കൊയമ്പ് രൂപത്തിൽ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്തെന്ന് വെച്ചാൽ ഇനി ഉള്ളി ഇതിലേക്ക് ഇടണം. അപ്പോൾ പുഴുങ്ങി വന്നപ്പോൾ കപ്പ ഇച്ചിരി ഓവറായോ എന്ന ഡൗട്ട്. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഞങ്ങൾ 2 ഉള്ളിയായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ ഞങ്ങൾ 3 ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ അരിഞ്ഞ ഉള്ളി ഞങ്ങൾ ഇതിലേക്ക് ഇടാൻ പോവുകയാണ്. അപ്പോൾ കൊയമ്പ് രൂപത്തിലാക്കിയ കപ്പയിലേക്ക് നമ്മൾ 3 ഉള്ളി അരിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
അപ്പോൾ കപ്പയും ഉള്ളിയും ഏകദേശം നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ചേരുവകൾ ഇടാം. അതായത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച മുളക്, മല്ലിച്ചപ്പ്, അതേപോലെ ഇഞ്ചി, പിന്നെ വേറൊരു സാധനം നമ്മൾ നേരത്തെ കാണിച്ചിട്ടില്ലായിരുന്നു, കറിവേപ്പിലുണ്ട്. അപ്പോൾ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ 4 സാധനങ്ങളും ഇതിലേക്ക് മിക്സ് ചെയ്യാണ്. മല്ലിച്ചപ്പ് ഇട്ടു, അടുത്തത് മുളക് ഇട്ടു, അടുത്തത് കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് അരിയണം, അരിഞ്ഞതാണ് നമ്മൾ ഇട്ടത്. പിന്നെ ഇഞ്ചി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് മുളക് പൊടി ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇടാം. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടി ഇടാൻ പോവാം. പരത്തിട്ടാടാ അതില്ലേ 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്. 1/2 ടീസ്പൂൺ മതിയാവില്ലേ? മതി. 1/2 ടീസ്പൂണ് ഉപ്പ്. അതെയോ? അപ്പോൾ 1/2 ടീസ്പൂൺ ഇട്ട് കഴിഞ്ഞു. ഇനി നല്ലോണം മിക്സ് ചെയ്യുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കപ്പ ഒന്ന് ടൈറ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് അരിപ്പൊടി നമ്മൾ ഇതിലിടണം. അപ്പോൾ ടൈറ്റ് ആവുന്നത് വരെ നമ്മൾ അരിപ്പൊടി ഇട്ടുകൊണ്ടിരിക്കുക. കുറച്ച് ഇട്ടോളൂ. അപ്പോൾ അരിപ്പൊടിയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് നല്ല മിക്സ് ആക്കി എടുക്കണം. മതി. ഇനി നമുക്ക് ഒന്നും കൂടി നല്ല ടൈറ്റ് ആവുന്ന വരെ എന്ത് ചെയ്യുക, ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഒന്ന് ഇളക്കി നല്ല കുഴമ്പ് രൂപത്തിലാവട്ടെ. അപ്പോൾ നമ്മുടെ കപ്പവടയുടെ കൂട്ടൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഉഴുന്നുവടയ്ക്ക് നമ്മളൊരു ഡിസൈൻ ചെയ്യുമല്ലോ, അപ്പോൾ അതേപോലെ ഉഴുന്നുവട ഉണ്ടാക്കുന്നത് പോലെ നമ്മുടെ കയ്യിൽ മാവ് എടുത്തിട്ട് അത് നല്ലപോലെ ഉരുളാക്കി എന്നിട്ട് അത് കയ്യിൽ വെച്ച് പരത്തി ഒരു സെൻറ്ററിലൊരു തുളയിട്ട് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒരു സാധാരണ നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുന്നത് പോലെ തന്നെ അപ്പോൾ ഇതുപോലെ ആക്കി കൊടുത്തിട്ട് നമ്മൾ പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇതേ പ്രോസസ്സ് നമുക്കിത് കയ്യോളം ചെയ്യണം. അപ്പോൾ നമ്മളെ കൈമ ഒട്ടാതിരിക്കാൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, നമുക്ക് ജസ്റ്റ് കൈമ വെള്ളം ഒന്ന് നനച്ചു കൊടുത്താൽ നമ്മൾ കൈമ ഒട്ടൂല. അപ്പോൾ നമുക്ക് ആ പ്രോസസ്സിൽ ഫുള്ള് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചട്ടി ചൂട്, അപ്പോൾ നമുക്ക് തിരിഞ്ഞ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിക്കുമ്പോൾ മേത്തേക്ക് ആവാതെ നോക്കുക. അപ്പോൾ കപ്പവട ഞങ്ങൾ ഇവിടെ സെറ്റാക്കി ഇവിടെ ഇരിക്കുകയാണ്. ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പല്ലേ, ഇത് രണ്ടാമത്തല്ല നമ്മൾ മൂന്നാമത്തെ ട്രിപ്പ്. ആദ്യത്തെ ട്രിപ്പിൽ ചെറിയൊരു പ്രശ്നം പറ്റിയത്. അത് സംഭവം എന്താ വെച്ചാൽ ഇവർ എണ്ണ ചൂടാകുന്നതിന് മുമ്പായിട്ട് ആ സാധനം ഇതിലേക്ക് ഇട്ടു. അപ്പോൾ അത് ആകെ കുളമായി. ഇപ്പോൾ ഞങ്ങൾ രണ്ടാമത് തന്നെ എണ്ണ ചൂടായിട്ട് ഇട്ട് നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സാധാരണ നല്ല കണ്ടാൽ നല്ല ഉഴുന്നുവട വിചാരിക്കും, പക്ഷേ ഉഴുന്നുവടയിലേക്കാൾ ടേസ്റ്റും ഉഴുന്നുവടയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഇതുള്ളത്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം. സംഭവം രസം ഉണ്ടാവില്ലേ? ഉണ്ടാവും. അടിപൊളിയായി. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇപ്പം എല്ലാവർക്കും വീട്ടിൽ അവൈലബിൾ ഉള്ള സാധനമാണ് കപ്പ. ഒന്നെങ്കിൽ ഏതെങ്കിലും സംഘടനകളോ ആരെങ്കിലും വീട്ടിൽ ഇത് ഇപ്രാവശ്യം കൂടെ എത്തിയിട്ടുണ്ടാവും. അപ്പം എല്ലാവരും മാക്സിമം ഒന്ന് ട്രൈ ചെയ്യാം. ട്രൈ ചെയ്തവർ നമ്മൾ കമൻറ്റ് ചെയ്യുക, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം. അപ്പോൾ ഞങ്ങൾ ഏതായാലും ഇത് പൊരിച്ചുകൊണ്ടിരിക്കട്ടെ. കുറച്ചും കൂടി പൊരിക്കാനുണ്ട്. പൊരിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് കാണാം. അപ്പോൾ നമ്മുടെ കപ്പവട ഇവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഐറ്റം കപ്പവട. അപ്പോൾ ഇത് നമ്മൾ സാധാ ഉഴുന്നുവട മാതിരി തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കപ്പയാണെന്നുള്ള മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമ്മളിത് ഒരു ചട്നി നമ്മൾ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഒരു എന്താണ് പുതിന ചട്നിയല്ലേ? പുതിന ചട്നിയാണ്. പുതിന ചട്നി. അപ്പോൾ പുതിന ചട്നി നമ്മൾ ഇതിൽ മുക്കിയിട്ട് മറുപൊന്ന് കഴിച്ചു നോക്ക്.
ഉമ്മ ഉണ്ടാക്കിയ ചട്നിയിൽ ഈ കപ്പവട ഉണ്ട് മുക്കിയിട്ട് അതൊന്ന് വായിൽ വെക്കുമ്പോഴുള്ള വാ ഒരു പീസാടാ സാധനം പൊളിയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഞങ്ങൾ ആദ്യത്തെ ട്രിപ്പിൽ ഇവന് കാരണം എണ്ണ ചൂടാവാതെ ഞങ്ങൾ ഇട്ടുന്ന്. അങ്ങനെ ഇട്ടപ്പോൾ ഉണ്ടായ രൂപമാണ് ഈ കോലമായിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞിട്ട് ഒന്നായിട്ട് എണ്ണയിൽ കലങ്ങിപ്പോയി. അപ്പോൾ നമുക്ക് മര്യാദയ്ക്ക് കിട്ടിയില്ല. പിന്നെ രണ്ടാമത്തെ ട്രിപ്പിൽ എണ്ണ നന്നായിട്ട് ചൂടായപ്പോഴാണ് നമുക്ക് ഈ ഒരു രൂപത്തിൽ കിട്ടിയത്. അപ്പോൾ സംഭവം ഏതായാലും അടിപൊളിയുണ്ട്. എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറഞ്ഞു കൊടുക്കുക. സാധനം പൊളിയാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇപ്പോൾ കപ്പ കിട്ടാതെ ഒരാളുണ്ടാവില്ല. എല്ലാവരും വീട്ടിലും സുലഭമായി കിട്ടുന്ന ഒരു എന്താണ് കപ്പ അല്ല. എല്ലാവരും വീട്ടിൽ എത്തിച്ചിട്ടാണെങ്കിൽ എല്ലാവരും ഒരുപാട് ആൾക്കാർ വിതരണം ആയിക്കാണ്ടൊക്കെ ഇപ്പോൾ കപ്പ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾ തന്നെ ഉണ്ടാക്കി നിങ്ങൾ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കുക. പിന്നെ അഭിപ്രായം നമ്മൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ലല്ലോ, നമുക്ക് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നമ്മുടെ എല്ലാ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കയറി ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നെക്സ്റ്റ് അടുത്ത വീഡിയോയിൽ കാണാം. വീണ്ടും കാണാം.